50 കോടി രൂപയ്ക്ക് ഒരാള് കേരളത്തിൽ ഒരു വീട് വെച്ച് അവന് വലിയൊരു സ്വപ്നമായിരുന്നു. കയറി താമസത്തിന് 50 ലക്ഷം രൂപയുടെയാണ് വെളിയിൽ കൊണ്ടുവന്ന് ഗാർഡനൊക്കെ ചെയ്തത്. ഇതൊക്കെ ആ കയറി താമസം കഴിഞ്ഞപ്പോൾ എടുത്ത് കളഞ്ഞെന്ന് പറയുന്നു. 50 ലക്ഷം രൂപയായി അതിന് മറ്റുള്ള എല്ലാത്തിനും, ആർഭാടങ്ങൾക്കെല്ലാം. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. അദ്ദേഹം ഉണ്ടാക്കിയ സമ്പത്ത് എവിടെ പോയാൽ? ഈ ലോകത്തുണ്ടാക്കുന്ന വീടോ സ്ഥലങ്ങളോ നിലങ്ങളോ കാറോ ഇതിലൊക്കെ നമ്മൾ പലപ്പോഴും സന്തോഷിക്കുന്നു. പക്ഷെ ഇതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. എന്നാൽ നമ്മുടെ അകത്ത് യേശു ഉണ്ടെങ്കിൽ അത് വലിയൊരു സമ്പത്താണ്. ഈ സമ്പത്ത് ഒരിക്കലും ഈ ഭൂമിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായാലും, കൊറോണ വന്നാലും, സുനാമി വന്നാലും, ഭൂകമ്പം ഉണ്ടായാലും, ഈ ലോകത്ത് എന്തൊക്കെ നമുക്ക് ഈ ലോകപരമായ നഷ്ടങ്ങൾ ഉണ്ടായാലും നമ്മുടെ അകത്ത് വസിക്കുന്ന യേശു. അത് കാരണം ദാവീദ് തൻ്റെ ജീവിതത്തിൽ 20 വർഷക്കാലം തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ പ്രതികൂലങ്ങളിലൂടെ എല്ലാം കടന്നുപോയി. ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ രക്ഷയായ പാറയിൽ സന്തോഷിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. ജീവിതത്തിൽ ആദ്യത്തെ സമ്പത്തെന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് ഈ ലോകപ്രകാരമുള്ള സമ്പത്തല്ല. ഈ ലോകത്തിലുള്ള സകലതും നഷ്ടപ്പെട്ടാലും ഒരിക്കലും നശിക്കാത്ത ഒരു സമ്പത്തുണ്ട്. അത് നസറാനായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്നതാണ്.